നമസ്കാരം. വരൂ, ഇരിക്കൂ. നിങ്ങളുടെ MRI റിപ്പോർട്ടിൽ ആ ഡിസ്ക് പ്രോലാപ്സ് എന്ന വാക്ക് കണ്ടപ്പോൾ മുതൽ വലിയ ആശങ്കയിലാണെന്ന് എനിക്കറിയാം. കഴുത്തിലോ നടുവിലോ വേദനയുമായി വരുന്ന മിക്കവരും എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഡോക്ടറെ, എനിക്ക് സർജറി വേണ്ടിവരുമോ എന്ന്. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, ഈ റിപ്പോർട്ട് കണ്ട് നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല എന്നാണ്. ഇന്നത്തെ ഈ ചെറിയ വിശദീകരണത്തിലൂടെ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിന്റെ അർത്ഥമെന്താണെന്നും നമുക്ക് മുന്നിലുള്ള ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്നും വളരെ വ്യക്തമായി, ലളിതമായി നമുക്ക് പരിശോധിക്കാം. സത്യം പറയട്ടെ, റേഡിയോളജി റിപ്പോർട്ടിൽ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഹെർനീഷൻ എന്നൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് പേടിയാകും. അത് വളരെ സ്വാഭാവികമാണ്. നടുവേദനയോ അല്ലെങ്കിൽ കാലിലേക്കുള്ള ആ ഒരു കൊഴുത്തുവലിയോ കാരണം ബുദ്ധിമുട്ടുമ്പോഴാകും ഈ റിപ്പോർട്ട് കൂടി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം: സ്കാനിങ്ങിൽ കാണുന്ന എല്ലാ ഡിസ്ക് പ്രൊലാപ്സുകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല കേട്ടോ. ഈ റിപ്പോർട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളുമായി എത്രത്തോളം യോജിക്കുന്നു എന്നതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1. MRIയും നിങ്ങളുടെ വേദനയും. 2. ശസ്ത്രക്രിയ ഇല്ലാതെയുള്ള ചികിത്സ. 3. മറ്റ് ഇൻ്റർവെൻഷണൽ ഓപ്ഷനുകൾ. 4. ശസ്ത്രക്രിയ എപ്പോൾ ആവശ്യമായി വരും. 5. അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗുകൾ. അവസാനമായി ശസ്ത്രക്രിയ ഓപ്ഷനുകൾ. ഈ കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി പേടിയും മാറും. ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം: MRIയും നിങ്ങളുടെ വേദനയും. ആദ്യമായി, നിങ്ങളുടെ നട്ടെല്ലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഈ വേദന എവിടെ നിന്നാണ് വരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ നട്ടെല്ലിലെ അസ്ഥികൾക്കിടയിൽ ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഡിസ്ക്. ഇതിനകത്തൊരു ജെല്ലി പോലെയുള്ള മൃദുവായ ഭാഗമുണ്ട്. ഡിസ്കിന്റെ പുറംഭാഗത്തുണ്ടാകുന്ന വിള്ളലിലൂടെ ഈ മൃദുവായ ഭാഗം പുറത്തേക്ക് തള്ളിവരുന്നതിനെയാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ ഞരമ്പുകളെ കരണ്ട് പോകുന്ന വൈദ്യുതി കമ്പികളായും തള്ളിവന്ന ഡിസ്കിനെ ആ കമ്പിയിലേക്ക് വീണൊരു മരക്കൊമ്പായും ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. മരക്കൊമ്പ് വീഴുമ്പോൾ വൈദ്യുതി തടസ്സപ്പെടുന്നതുപോലെ ഈ ഡിസ്ക് ഞരമ്പിൽ അമർത്തുമ്പോൾ നമുക്ക് കാലിലേക്കോ കൈകളിലേക്കോ കടുത്ത വേദനയോ അല്ലെങ്കിൽ ഒരു തരിപ്പോ അനുഭവപ്പെടുന്നു. ഇത്രയുള്ളൂ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ശരിക്കും ഒരു സന്തോഷവാർത്തയാണ് കേട്ടോ. ശസ്ത്രക്രിയയില്ലാതെ തന്നെ ഈ അവസ്ഥ ഭേദമാകുമോ? തീർച്ചയായും. ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായ ഭൂരിഭാഗം ആളുകൾക്കും സർജറി ഇല്ലാതെ തന്നെ ഭേദമാകാൻ കഴിയും. നമ്മുടെ ശരീരത്തിന് തന്നെ ആ അത്ഭുതകരമായ കഴിവുണ്ട്. പക്ഷേ ഇതൊരു മാജിക് പോലെ ഒറ്റയടിക്ക് മാറില്ല. ശരീരത്തിന്റെ സ്വാഭാവികമായ ഹീലിംഗിന് ഒരു സമയക്രമമുണ്ട്. ആദ്യത്തെ 1-2 ആഴ്ചകളിൽ അതികഠിനമായ വേദനയും പേശികൾക്ക് പിടുത്തവുമൊക്കെയുണ്ടാകാം. എന്നാൽ 2 മുതൽ 6 ആഴ്ചകളാകുമ്പോഴേക്കും ഈ തള്ളിവന്ന ഡിസ്കിന്റെ ഒരു ഭാഗം ശരീരം തന്നെ സ്വാഭാവികമായി വലിച്ചെടുക്കുകയും അവിടുത്തെ നീർക്കെട്ട് കുറയുകയും ചെയ്യും. 6 മുതൽ 12 ആഴ്ചകൾക്കുള്ളിൽ വേദനയൊക്കെ ഗണ്യമായി കുറഞ്ഞ് നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. ഇതൊരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ക്ഷമ കാണിച്ചേ പറ്റൂ. മൂന്നാമത്തെ ഭാഗം: മറ്റ് ഇൻ്റർവെൻഷണൽ ഓപ്ഷനുകൾ. ശരീരം സ്വാഭാവികമായി സുഖം പ്രാപിക്കുന്ന ഈ കാത്തിരിപ്പിന്റെ സമയത്ത് വേദന സഹിച്ച് വെറുതെ ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ക്ലിനിക്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. സർജറിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ സ്വീകരിക്കുന്ന പ്രതിരോധ നിരയെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. ഘട്ടം 1: വിശ്രമവും ദിനചര്യകളിലെ മാറ്റങ്ങളും. നിങ്ങളുടെ വേദന കൂട്ടുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക. എന്നാൽ പൂർണ്ണമായി ബെഡിൽ തന്നെ കിടക്കുന്ന ആ പഴയ രീതി ഇപ്പോൾ നിങ്ങൾ നിർദ്ദേശിക്കാറില്ല കേട്ടോ. കഴിയുന്നത്ര സജീവമായി ഇരിക്കുക എന്നതാണ് പ്രധാനം. ഘട്ടം 2: ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ. ഇവ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. ഘട്ടം 3: ഫിസിയോതെറാപ്പി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. നിങ്ങളുടെ നടുവിലെ പേശികൾക്ക് ബലം നൽകാനും ഞരമ്പുകളുടെ സമ്മർദ്ദം കുറയ്ക്കാനും ഇത് ഒരുപാട് സഹായിക്കും. ചിലർക്ക് വേദന കാരണം ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ഒരു മികച്ച ഓപ്ഷനാണ്. ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള നീർക്കെട്ട് പെട്ടെന്ന് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് വേദനയില്ലാതെ ഫിസിയോതെറാപ്പി തുടരാനും വേഗത്തിൽ തിരികെ എത്താനും സാധിക്കും. പേടിക്കേണ്ട, ഇതൊരു സർജറിയല്ല, വേദന കുറയ്ക്കാനുള്ള വെറുമൊരു ഇഞ്ചക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സർജറി ഇല്ലാത്ത വഴികൾ. ഇനി 4ാമത്തെ കാര്യം: ശസ്ത്രക്രിയ എപ്പോൾ ആവശ്യമായി വരും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടി വരും. അതെപ്പോഴാണെന്ന് നോക്കാം. സാധാരണ വേദനയും ഞരമ്പുകൾക്കുണ്ടാകുന്ന ഗുരുതരമായ തകരാറുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. മരുന്നുകൾ കഴിച്ചിട്ടും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും 6 മുതൽ 12 ആഴ്ചകൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ വേദന കുറയുന്നില്ലെങ്കിലോ കൈകൾക്കോ കാലുകൾക്കോ ഒരു ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ അത് ഞരമ്പ് വലിയ സമ്മർദ്ദത്തിലാണെന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ഉറക്കത്തെയോ ജോലിയെയോ ഇത് സാരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഞരമ്പിനെ സ്വതന്ത്രമാക്കാൻ നമുക്ക് സർജറി വേണ്ടി വന്നേക്കാം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. UK നാഷണൽ ഹെൽത്ത് സർവീസ് അഥവാ NHSന്റെ മാനദണ്ഡങ്ങൾ നോക്കിയാൽ മതി.
സ്കാനിങ്ങിൽ കാണുന്ന ഡിസ്ക് തള്ളലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാലിലെ വേദനയും തമ്മിൽ കൃത്യമായി യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതോടൊപ്പം സ്ട്രെയിറ്റ് ലെഗ് റേസ് പോലെയുള്ള പരിശോധനകളിൽ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുകയും 6 ആഴ്ചകളോളം മരുന്നും വിശ്രമവും നൽകിയിട്ട് മാറിയില്ലെങ്കിൽ മാത്രമേ അവരൊരു ശസ്ത്രക്രിയ അംഗീകരിക്കുകയുള്ളൂ. അതായത് സർജറി എന്നത് അവസാനത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ്. 5ാമത്തെ കാര്യം, അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗുകൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണിവ. ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നാളത്തെ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കരുത്. നേരെ അടുത്തുള്ള അത്യാഹിത വിഭാഗത്തിലേക്ക് പോകണം. മലമൂത്ര വിസർജനത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുക, കാലുകൾക്കിടയിൽ മരവിപ്പ് തോന്നുക, നടക്കുമ്പോൾ കാൽ നിലത്തുരസുക, അല്ലെങ്കിൽ കാൽപാദം ഉയർത്താൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതൊക്കെ കോഡ ഇക്വിന സിൻഡ്രോം പോലെയുള്ള ഗുരുതരമായ അവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. ഞരമ്പുകൾക്ക് സ്ഥിരമായ തകരാറുകൾ സംഭവിക്കാതിരിക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം അടിയന്തര ശസ്ത്രക്രിയ അത്യാവശ്യമായി വരും. ഇനി 6ാമത്തെ കാര്യം, പേടിക്കേണ്ട. മുകളിൽ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്കില്ല. എങ്കിലും മറ്റ് ചികിത്സകൾ ഫലിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് സർജറി വേണ്ടി വന്നാൽ തന്നെ എന്തൊക്കെയാണ് വഴികൾ, ലഭ്യമായ ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്നറിയുന്നത് നിങ്ങളുടെ ഭയം അകറ്റാൻ സഹായിക്കും. വളരെ ലളിതമായി പറയാം, മൈക്രോ ഡിസ്കെക്ടമി എന്നത് ചെറിയൊരു ദ്വാരത്തിലൂടെ ഞരമ്പിൽ അമർന്നിരിക്കുന്ന ഡിസ്കിന്റെ ആ ചെറിയൊരു കഷ്ണം മാത്രം എടുത്തു മാറ്റുന്ന രീതിയാണ്. മിക്കവാറും അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ലാമിനെക്ടമിയിൽ ഞരമ്പുകൾക്ക് കുറച്ചുകൂടി സ്ഥലം നൽകാനായി നട്ടെല്ലിന്റെ ആവരണമായ ലാമിനയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നു. ഇനി നട്ടെല്ലിന് അസ്ഥിരതയുണ്ടെങ്കിൽ അവിടത്തെ ചലനം തടയാൻ 2 എല്ലുകളെ തമ്മിൽ പിടിപ്പിക്കുന്നതാണ് സ്പൈനൽ ഫ്യൂഷൻ. വളരെ ചുരുക്കം ചിലരിൽ കേടായ ഡിസ്ക് പൂർണ്ണമായി മാറ്റി പകരം കൃത്രിമ ഡിസ്ക് വയ്ക്കാറുമുണ്ട്. ഇതിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയായിരിക്കും സർജൻ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക് ഞാൻ പറയാം. 24 മാസങ്ങൾ. അടുത്തിടെ നടന്ന വലിയ മെഡിക്കൽ പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്നോ? ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുന്നവരും അതെല്ലാം മരുന്നും ഫിസിയോതെറാപ്പിയുമായി മുൻപോട്ട് പോകുന്നവരും 24 മാസങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് ഒരേപോലെയുള്ള ഫലമാണ് കാണിക്കുന്നത്. അതായത് ശസ്ത്രക്രിയ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആശ്വാസം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി സുഖപ്പെടുന്നതും സർജറിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിന്ന് ഈ സംസാരം നിർത്തുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. സർജറി എന്നത് നിങ്ങളുടെ ദുർബലമായ ഞരമ്പുകളെ സംരക്ഷിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്. MRI സ്കാനിൽ കാണുന്ന എല്ലാ വ്യതിയാനങ്ങൾക്കും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നല്ല. കാരണം നമ്മൾ ചികിത്സിക്കുന്നത് ഒരു കടലാസ് റിപ്പോർട്ടിനെയല്ല, നിങ്ങളെയാണ്. നിങ്ങളുടെ വേദന എവിടെയാണ്, അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് മാത്രമാണ് പ്രധാനം. അതുകൊണ്ട് സ്വയം ചോദിക്കുക, സ്കാൻ റിപ്പോർട്ടിലെ ചിത്രമാണോ അതോ നിങ്ങളുടെ യഥാർത്ഥ ശാരീരിക ബുദ്ധിമുട്ടുകളാണോ നമ്മൾ നോക്കേണ്ടത്? ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. നിങ്ങളുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ശരിയായ തീരുമാനം നമുക്ക് ഒരുമിച്ചെടുക്കാം. ശരിയല്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുക.